എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 2 കോട്ടയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, അതായത് ഇത് മെറിറ്റ് കോട്ടയുടേതാണ്, ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. സ്പോർട്സ് കോട്ടയാണെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ആ ഒരു ജില്ല, അതായത് ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്ത് ആ ഒരു ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന ആ ഒരു പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് പച്ച കളറിലും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവിടെ ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവും, അത് ഫസ്റ്റ് അലോട്ട് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, EWS ഉണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ അപേക്ഷാ ഫീസ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്, അതായത് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ 5, 6, 7 തീയതികളിലായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉള്ളത്. ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു പെർമനൻ്റ് അഡ്മിഷന് സർട്ടിഫിക്കറ്റ്സും അതുപോലെ ഫീസും നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ, അതായത് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷനുകളോ ആണ് കിട്ടിയതെങ്കിൽ ഹയർ ഓപ്ഷൻസിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു അഡ്മിഷൻ സമയത്ത് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ടെമ്പററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടക്കാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് മാത്രം നൽകി ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള SSLC സർട്ടിഫിക്കറ്റ്, TC, കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഫീസ് നൽകാതെ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.